ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 33-ാം അധ്യായം. മൈത്രേയ ഉവാച. ഏവം നിശമ്യ കപിലസ്യ വജോ ജനിത്രീ സാകർദമസ്യ ദൈതാഖില ദേവഹൂതിഃ വിസ്രസ്തമോഹപടലാ തമഭിപ്രണമ്യ തുഷ്ടാവ തത്വവിഷയാങ്കിത സിദ്ധിഭൂമിം. മൈത്രേയർ പറഞ്ഞു, കപില മഹർഷിയുടെ ഉപദേശ ശ്രവണത്താൽ ജ്ഞാനം, ഭക്തി, വിരക്തി എന്നിവയുടെ പൂർത്തി നിമിത്തം ദേവഹൂതി മുക്തയായെന്ന് ഈ അധ്യായത്തിൽ മൈത്രേയർ വിതുരരോട് ഉപദേശിക്കുന്നു. ഈശ്വരനും ഗുരുവും പ്രസാദിച്ചാൽ മാത്രമേ ശ്രവണാദികളുടെ ബലം പ്രകാശിക്കുകയുള്ളൂ. ഈശ്വരനും ഗുരുവുമായി ഭവിച്ചിരിക്കുന്ന കപില ഭഗവാനെ ദേവഹൂതി സ്തുതിച്ചുവെന്ന് കാണിക്കുന്നു. യോഗീശ്വരനായ കർദമൻ്റെ പ്രിയപത്നിയും ഭഗവാനായ കപിലരുടെ മാതാവുമായിരിക്കുന്ന ദേവഹൂതി ഇപ്രകാരമുള്ള ഉപദേശം ശ്രവിച്ച ഉടനെ ദേഹാത്മഭാവനയാകുന്ന സമ്മോഹത്തിൽ നിന്ന് മുക്തയായി. പ്രകൃതി, പുരുഷൻ, ഈശ്വരൻ ഈ മൂന്നിൻ്റെ വിഭാഗങ്ങളെ നന്നായി അറിയുന്ന ജ്ഞാനികളുടെ ആശ്രയമായിരിക്കുന്ന പരമഗുരുവായ കപിലരെ നമസ്കരിച്ചിട്ട് സ്തോത്രം ചെയ്തു. ദേവഹൂതിരുവാച. അദാപ്യജോന്തസലിലേശയാനം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം വപുസ്തേ ഗുണപ്രവാഹം സദശേഷബീജം ദദ്യൗ സ്വയം ജഡരാബ്ജജാതഃ. ദേവഹൂതി പറഞ്ഞു, ഹേ ഭഗവൻ, സകല ലോകവും വിലയത്തെ പ്രാപിക്കുകയും അങ്ങ് കാരണജലത്തിൽ ശയിക്കുകയും ചെയ്തു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അങ്ങയുടെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ച താമരയിൽ നിന്നുണ്ടായ സാക്ഷാൽ ബ്രഹ്മദേവൻ കാരണജലത്തിൽ ശയിക്കുന്നതും സകല ലോകങ്ങളുടെ പരമകാരണവും സത്വാദി ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിലിരിക്കുന്ന പ്രകൃതിയുടെ ആശ്രയവും പഞ്ചഭൂതങ്ങൾ, ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ, ശബ്ദാദികളായ സൂക്ഷ്മഭൂതങ്ങൾ, ജീവാത്മാക്കൾ ഇവയ്ക്കെല്ലാം ആധാരമായിരിക്കുന്നതുമായ അങ്ങയുടെ സ്വരൂപത്തെ ധ്യാനിച്ചു. സയേവ വിശ്വസ്യ ഭവാൻ വിദത്തേ ഗുണപ്രവാഹേണ വിഭക്തവീര്യഃ സർഗാദ്യനീഹോ വിദദാഭിസന്ധീരാത്മേശ്വരോ തർക്യ സഹസ്രശക്തിഃ. യാതൊരുവൻ്റെ ഉദരത്തിൽ യുഗാന്തരത്തിൽ ലോകം ലയിച്ചിരിക്കുന്നുവോ ആ ഏകൻ തന്നെ ഈ കാണപ്പെടുന്ന സർവത്തെയും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന പരമേശ്വരനാകുന്നു. സത്വാദി ഗുണങ്ങളുടെ പ്രവാഹം നിമിത്തം സൃഷ്ടിപ്പാനും സംഹരിപ്പാനുമുള്ള ശക്തിയെ അങ്ങ് വേർതിരിച്ചിരിക്കുന്നു. അങ്ങയുടെ സങ്കല്പത്താൽ സർവവും നടക്കുന്നതല്ലാതെ ആ വക കർമ്മങ്ങളിൽ ഭവാൻ ഏർപ്പെട്ടിരിക്കുന്നതുമില്ല. ജീവാത്മാക്കൾക്ക് കർമാനുസരണ ഭോഗങ്ങളെ നൽകി അനുഗ്രഹിപ്പാൻ വേണ്ടിയിട്ടാകുന്നു സൃഷ്ട്യാദി വ്യാപാരത്തിൽ അങ്ങയുടെ സങ്കല്പം പ്രവേശിച്ചിരിക്കുന്നത്. ഊഹിപ്പാൻ പോലും കഴിയാത്ത അനന്തശക്തി അങ്ങയിലിരിക്കുന്നു. സത്വം മൃതോ മേ ജഡരേണ നാദ കഥം ന്യുയസ്യോദരയേ ദദാസീത് വിശ്വം യുഗാന്തേ വടഭത്രയേകഃ ശേദേ സ്മമായ ശിശിരംഘ്രിപാനഃ. ഹേ നാഥ, യുഗാന്തത്തിൽ ഈ ലോകം ആരുടെ ജഡരത്തിൽ അടങ്ങിയിരിക്കുന്നുവോ ആ അങ്ങ് മായാവിലാസത്താൽ ഒരു ശിശുരൂപത്തെ ധരിച്ച് ബാലന്മാരുടെ സ്വഭാവത്തെ പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ പാദാങ്കുഷ്ടത്തെ പാനം ചെയ്തുകൊണ്ട് വടപത്രത്തിൽ ശയിച്ചുവല്ലോ. അപ്രകാരമുള്ള ഭവാൻ എങ്ങനെയാണ് എൻ്റെ ഉദരത്തിൽ ശയിച്ചത്? അവിടുത്തെ ഓരോ ചേഷ്ടയുടെയും മാഹാത്മ്യത്തെയും അതിശയത്തെയും വർണ്ണിപ്പാൻ അസാധ്യമാണ്. ത്വം ദേഹതന്ത്രപ്രശമായ പാപ്മനാം നിദേശഭാജാം ച വിഭോ വിഭൂതയേ യഥാവതാരാസ്തവ സൂകരാദയസ്തദായമപ്യാത്മപദോപലബ്ധയേ. ഹേ വിഭോ, ഞാൻ അങ്ങയെ ഗർഭത്തിൽ ധരിച്ചതല്ല. അങ്ങ് സ്വേച്ഛയാ ദേഹത്തെ ധരിക്കുന്നത് സാധാരണമാകുന്നുവല്ലോ. ലോകത്തെ ഉപദ്രവിക്കുന്ന പാപികളെ സംഹരിപ്പാനും അങ്ങയുടെ ആജ്ഞയായ വേദമാർഗത്തെ അനുസരിച്ചു നടക്കുന്ന സജ്ജനങ്ങളെ അനുഗ്രഹിച്ച് അവർക്ക് ഐശ്വര്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാനും വേണ്ടി സൂകരാദികളായ അവതാര രൂപങ്ങളെ അംഗീകരിച്ചതുപോലെ ആത്മസ്വരൂപത്തെ അറിവാനുപകരിക്കുന്ന മാർഗത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി ഈ അവതാരത്തെയും അങ്ങ് സ്വീകരിച്ചിരിക്കുന്നു. എന്നാമധേയ ശ്രവണാനുകീർത്തനാദ്യദ്യർപ്രഹൃണ്ണാദ് യത് സ്മരണാദിഭിക്വചിത് ശ്വാദോഭി സദ്യ സവനായ കൽപ്പതേ കുത പുനസ്തേ ഭഗവന്നുദർശനാത്. ഹേ ഭഗവൻ, എപ്പോഴെങ്കിലും ഒരിക്കൽ യാതൊരുവൻ്റെ നാമധേയത്തെ കീർത്തിക്കുകയോ ശ്രവിക്കുകയോ സ്വരൂപത്തെ സങ്കല്പിച്ച് നമസ്കരിക്കുകയോ മനസാ സ്മരിക്കുകയോ ചെയ്യുന്ന ചണ്ടാളം കൂടി തൽക്ഷണം പൂജ്യനായി ഭവിക്കുന്നുവോ ആ അങ്ങയുടെ ആനന്ദസ്വരൂപത്തെ സാക്ഷാത്തായി ദർശിച്ച ഞാൻ
പരിശുദ്ധയും കൃതാർത്ഥയുമായി ഭവിച്ചിരിക്കുന്നുവെന്ന് പറയണമോ? അഹോബദശോപചോദോ ഗരീയാൻ യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമ തുഭ്യം തേ പുസ്തഭസ്തേ ജുഹുവുസ് സസ്നുരാര്യ ബ്രഹ്മാനുചുർനാമ ഗൃണന്തിയേതേ. ഹേ ഭഗവൻ, അങ്ങയെ ഭജിക്കാതിരിക്കുന്ന ബ്രാഹ്മണാദികളെക്കാൾ നാമസങ്കീർത്തനം നിരന്തരം ചെയ്യുന്ന ചണ്ടാളൻ പൂജ്യനാകുന്നു. എന്തുകൊണ്ടെന്നാൽ നാമസങ്കീർത്തന രൂപമായ മഹാജപയത്നം മറ്റുള്ള സകല യത്നങ്ങളെക്കാൾ ശ്രേഷ്ഠമാകുന്നു. ആരാണോ നിരന്തരം അങ്ങയുടെ നാമത്തെ ഉച്ചരിക്കുന്നത് അവർ തന്നെ ആര്യന്മാർ. അവർ തപസ്സു ചെയ്തവരും തീർത്ഥസ്നാനം ചെയ്തവരും ഹോമങ്ങളെ അനുഷ്ഠിച്ചവരും വേദം പഠിച്ചവരും പഠിപ്പിച്ചവരുമാകുന്നു. അവർ ജന്മാന്തരങ്ങളിൽ ആചരിച്ച ആ വക സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നാമസങ്കീർത്തന രൂപമായ ജപയത്നത്തിൽ മനസ്സുറച്ചു വരുന്നത്. അത്ര മഹിമയുള്ള അങ്ങയുടെ കീർത്തിയെ ഞാൻ കീർത്തിപ്പാൻ ശക്തയാകുന്നതെങ്ങനെ? തം ത്വാമഹം ബ്രഹ്മപരം പുമാംസം പ്രത്യക്സ്രോതസ്യാത്മനി സംവിവാവ്യം സ്വതേജസാദോസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. വിഷയങ്ങളിൽ നിന്ന് പ്രത്യാഹരിക്കപ്പെട്ട മനസ്സിൽ ധ്യാനിപ്പാൻ യോഗ്യനും സ്വപ്രകാശത്താൽ ഗുണപ്രവാഹജന്യമായ സംസാരത്തെ നിശേഷം നശിപ്പിച്ച് ഭക്തന്മാർക്ക് മോക്ഷത്തെ നൽകുന്നവനും ജ്ഞാനസ്വരൂപനും സാംഖ്യശാസ്ത്രത്തിൽ പരമപുരുഷനെന്നും പുരാണത്തിൽ വിഷ്ണുവെന്നും ഈ അവതാരത്തിൽ കപിലനെന്നും സംജ്ഞയെ ധരിച്ചിരിക്കുന്നവനും പരബ്രഹ്മമൂർത്തിയുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. മൈത്രേയോ വാച. ഈഡിതോ ഭഗവാനേവം കപിലാഖ്യ പരപ്പുമാൻ വാചാ വിക്ലവയേത്യാഹ മാതരം മാതൃവത്സലഹ. മൈത്രേയർ പറഞ്ഞു, കപിലൻ എന്ന നാമധേയത്തെ ധരിച്ചിരിക്കുന്ന പരമപുരുഷനായ ഭഗവാൻ ഇപ്രകാരം ദേവഹൂതിയാൽ സ്തുതിക്കപ്പെട്ടപ്പോൾ മാതൃവാത്സ്യത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് മാതാവിനോട് തടഞ്ഞു വരുന്ന അക്ഷരങ്ങളോടുകൂടെ ഇങ്ങനെ പറഞ്ഞു. കപില ഉവാച. മാർഗേണാനേന മാതസ്തേ സുസേവ്യേ നോദിതേന മേ ആസ്തിതേന പരാം കാഷ്ടാം അജിരാതവരോത്സ്യസി. കപില ഭഗവാൻ പറഞ്ഞു, ഹേ മാതാവേ, പ്രയാസം കൂടാതെ അനുസരിപ്പാൻ സാധിക്കുന്നതും എന്നാൽ ഉപദേശിക്കപ്പെട്ടതും അനുഷ്ഠിക്കപ്പെടുന്നതുമായ ഈ മാർഗത്തിൽ കൂടെ അമ്മ കാലതാമസം കൂടാതെ പരമപദത്തെ പ്രാപിക്കും. ശ്രദ്ധത്വൈസ്സദന്മദം മഹ്യം ജുഷ്ടം യദ്ബ്രഹ്മവാദിഭിഃ ഏന മാമഭവം യായ മൃത്യുമൃച്ഛന്ത്യ തദ്വിദഃ. ഞാൻ ഉപദേശിച്ചതായ ഈ മാർഗത്തിൽ വിശ്വാസപൂർവം അനുഷ്ഠിച്ചുകൊള്ളുക. ഇതൊരു പുതിയ മതമല്ല. മുമ്പും ബ്രഹ്മോപദേശം ചെയ്തിരിക്കുന്ന ആചാര്യന്മാർ ഈ മാർഗത്തെ ആശ്രയിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. ഈ മാർഗത്തെ അറിഞ്ഞനുഷ്ഠിക്കുന്നതുകൊണ്ട് ജന്മാദി വികാരങ്ങളെ കടന്നിരിക്കുന്ന എന്നെ ഭവതി പ്രാപിക്കും. ഇതറിയാത്തവർ പിന്നെയും സംസാരമാർഗത്തിൽ വന്നുചേരുന്നു. മൈത്രേയോ വാച. ഇതി പ്രദർശ്യ ഭഗവാൻ സതീം താമാത്മനോഗതീം സ്വമാത്ര ബ്രഹ്മവാദിന്യ കപിലോനുമതോയയോ. മൈത്രേയർ പറഞ്ഞു, ആത്മാവിനെ പ്രാപിക്കേണ്ടതായ മാർഗത്തെ ഇപ്രകാരം മാതാവിന് ഉപദേശിച്ച ഭഗവാൻ കപിലാചാര്യർ ബ്രഹ്മജ്ഞയായ മാതാവിൻ്റെ അനുവാദം സിദ്ധിച്ചതിനാൽ അവിടം വിട്ടുപോയി. സാചാപി തനയോക്തേന യോഗാദേശേന യോഗയുക് തസ്മിന്നാശ്രമ ആബീഡേ സരസ്വത്യ സമാഹിത. പുത്രൻ ഉപദേശിച്ചതായ ആ യോഗമാർഗത്തെ ആശ്രയിച്ച് മനസ്സിനെ അടക്കിക്കൊണ്ടിരുന്ന ആ ദേവഹൂതിയും സരസ്വതീ നദിക്കൊരലങ്കാരമായി ഭവിച്ചതായ ബിന്ദുസരസ് എന്നു പേരുള്ള ആ ആശ്രമത്തിൽ യോഗയുക്തയായിരുന്നു. അഭീഷണാവഗാഹ കപിശാൻ ജഡിലാൻ കുടിലാളകാൻ ആത്മാനം ചോഗ്രതപസ ബിഭ്രതി ചീരിണം കൃശം. പ്രാതകാലം, മധ്യാഹ്നകാലം, സായങ്കാലം എന്നീ 3 കാലങ്ങളിലും ഉള്ള സ്നാനം നിമിത്തം കപിശ നിറത്തോടുകൂടിയും ജടപിടിച്ചുമിരിക്കുന്ന കുറുനിരകളെയും മരവുരിയെയും ഉഗ്ര തപസ്സു നിമിത്തം നന്നേ കൃശമായിരിക്കുന്ന ദേഹത്തെയും ധരിച്ചിരുന്നു. പ്രജാപതേ കർദമസ്യ തപോയോഗ വിജൃംഭിതം സ്വഗാർഹസ്ഥ്യമനൗപമ്യം പാർത്ഥ്യം വൈമാനികൈരവി. ദേവഹൂതിയുടെ വാസസ്ഥാനം അസാധാരണ മഹിമയും സൗന്ദര്യവുമുള്ളതായിരുന്നു. കർദമ പ്രജാപതിയുടെ തപസ്സിൻ്റെയും യോഗസിദ്ധിയുടെയും വൈഭവത്താൽ സകല സമൃദ്ധികളും നിറഞ്ഞിരിക്കുന്നതും അന്യമായിരിക്കുന്ന യാതൊരു ഗൃഹത്തിനോട് ഉപമിക്കാൻ പാടില്ലാത്ത വിധത്തിൽ അത്ര മനോഹരവും വിമാനത്തിലിരുന്ന് സഞ്ചരിക്കുന്നവരാൽ കൂടെ കാക്ഷിക്കത്തക്കതുമായിരുന്നു. ഭയഫേന നിഭാശയ്യ ദാന്താരുഗ്മ പരിച്ഛദാഹ
ആസനാനി ച ഹൈമാനി സുസ്പർശാസ്തരണാനി ച. ആ ഗൃഹത്തിലുള്ള ശയ്യകളിലെ വിരിപ്പുകൾ പാൽനുര പോലെ ശുഭ്രവർണ്ണത്തിലുള്ളവയും മഞ്ചങ്ങൾ ആനക്കൊമ്പുകൊണ്ടുണ്ടാക്കിയവയും സ്വർണ്ണാലങ്കാരങ്ങളുള്ളവയും ഇരിപ്പാനുള്ള പീഠങ്ങൾ സ്വർണ്ണനിർമ്മിതങ്ങളും മൃദുവായ മേൽവിരിപ്പുകളുള്ളവയുമാകുന്നു. സ്വച്ഛസ്ഫടികകുഡ്യേഷു മഹാമാരകതേഷു ച രത്നപ്രദീപ ആഭാന്തി ലലനാരത്നസംയുതാഃ. നിർമ്മല സ്ഫടികങ്ങൾ കൊണ്ടും മരതകരത്നം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഭിത്തികളിൽ രത്നാലങ്കാരയുക്തകളായ ദാസികളും രത്നദീപങ്ങളും പ്രതിബിംബിച്ച് ശോഭിക്കുന്നത് കാണാം. ഗൃഹോദ്യാനം കുസുമിതൈരമ്യം ബഹുമരദ്രുമൈഃ കൂജദ്വിഹംഗമിഥുനം ഗായന്മത്തമധുവ്രതം. ഗൃഹത്തിലുള്ള പൂങ്കാവനം പുഷ്പിച്ചു നിൽക്കുന്ന ദേവവൃക്ഷങ്ങളാലും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഇണപ്പക്ഷികളാലും പാടിക്കൊണ്ടു പറക്കുന്ന വണ്ടിൻ കൂട്ടങ്ങളാലും മനോഹരമായിരുന്നു. എത്ര പ്രവിഷ്ടമാത്മാനം വിബുധാനുചരാ ജഗുഃ വാപ്യാമുത്പലഗന്ധിന്യാം കർദമേനോപലാളിതം. ഉൽപ്പലഗന്ധത്തോടുകൂടിയ യാതൊരാശ്രമവാപിയിൽ പ്രവേശിച്ച സമയത്തിൽ കർദമനാൽ സസ്നേഹം ലാളിക്കപ്പെട്ടതായ സ്വശരീരത്തെ ദേവവർഗത്തിൽ ഉൾപ്പെട്ട ഗന്ധർവാദികൾ സ്തോത്രം ചെയ്തുവോ? ഇന്ദ്രലോകത്തിലെ സ്ത്രീകൾക്ക് കൂടെ ആഗ്രഹിക്കുവാൻ തക്കവിധം അത്ര മനോഹരമായിരുന്ന ആ ആശ്രമാദികളിലുണ്ടായിരുന്ന അഭിമാനത്തെ നിശ്ശേഷം ഉപേക്ഷിച്ച് യോഗരതയായിരുന്നു. എന്നാലും പുത്രൻ്റെ വിരഹം നിമിത്തമുണ്ടായ ദുഃഖത്താൽ മുഖത്തിനല്പം വാട്ടമുണ്ടായി. ദേഹാഭിമാനം തത്വജ്ഞാനികളെയും ഖേദിപ്പിക്കും. അതിൻ്റെ ബാധ ഇല്ലാതിരിക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല. ഭർത്താവായ കർദമമുനി സന്യസിച്ചുപോയി. അപത്യത്തെ ആശ്രയിച്ചിരുന്നു. ഇപ്പോൾ ആ പുത്രനും വെടിഞ്ഞുപോയി. ഈ അവസരത്തിൽ ആത്മാവിന് സംയോഗവും വിയോഗവുമില്ല എന്നുള്ള തത്വം നന്നായി അറിയുന്നവൾ തന്നെയെങ്കിലും പശുക്കുട്ടിയെ കാണാതിരിക്കുന്ന പശുവെന്ന പോലെ ദുഃഖിതയായിട്ട് ഭവിച്ചു. ഇഷ്ടജന വിയോഗ ദുഃഖം അസഹ്യം തന്നെ. തമേവധ്യായതീ ദേവമപഥ്യം കപിലം ഹരിം ബഭൂവാചിരതോ വത്സ നിസ്പൃഹ താദൃശേ ഗൃഹേ. അല്ലയോ വത്സനായ വിതുര, പുത്രരൂപേണ അവതരിച്ച ശ്രീഹരിയായ കപിലാചാര്യരെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്ന ദേവഹൂതി അപ്രകാരമായിരുന്ന ആ ഗൃഹത്തിൽ ഉടൻ തന്നെ ആഗ്രഹമില്ലാത്തവളായി ഭവിച്ചു. ധ്യായതീ ഭഗവദ്രൂപം യഥാഹധ്യാനഗോചരം സുതപ്രസന്നവദനം സമസ്തവ്യസ്തചിന്തയാ. ധ്യാനിപ്പം വിഷയമാക്കണമെന്ന് ഉപദേശിച്ചിരുന്നതായ പ്രസന്ന മുഖത്തോടുകൂടിയ ഭഗവത് രൂപത്തെ സമസ്തമായും വ്യസ്തമായും ചിന്തിച്ചും കൊണ്ട് ധ്യാനയോഗത്തെ തന്നെ പരിശീലിച്ചു. പാദം മുതൽ ശിരസ്സുവരെ ഒന്നായിട്ട് ചിന്തിക്കുന്നു സമസ്ത ചിന്ത. ഓരോ അവയവത്തെ വെവ്വേറെ ചിന്തിക്കുന്നത് വ്യസ്തചിന്ത. ഈ രണ്ടു വിധത്തിലുള്ള ചിന്തയാൽ ധ്യാനത്തെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. ഭക്തിപ്രവാഹയോഗേന വൈരാഗ്യേണ ബലീയസ യുക്താനുഷ്ഠാനജാതേന ജ്ഞാനേന ബ്രഹ്മഹേതുന വിശുദ്ധേന തദാത്മാനമാത്മനാ വിശ്വതോമുഖം സ്വാനുഭൂത്യാ തിരോഭൂതം മായാഗുണവിശേഷണം ബ്രഹ്മണ്യവസ്ഥിതമതിർഭഗവത്യാത്മസംശ്രയേ നിവൃത്തജീവാപത്തിത്വാത് ക്ഷീണക്ലേശാപ്തനിർവൃതിഃ നിത്യരൂഢസമാധിത്വാത് പരാവൃത്തഗുണഭ്രമ ന സസ്മാര തദാത്മാനം സ്വപ്നേ ദൃഷ്ടമിവോത്തിതഃ. തടസ്സമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭക്തിയോഗം കൊണ്ടും ബലമേറിയ വിഷയവൈരാഗ്യം കൊണ്ടും ഉചിതമായ ജപപൂജാദികളെയും ആഹാരാദികളെയും അംഗീകരിച്ചിരിക്കുന്നതിനാൽ ഉണ്ടായ ബ്രഹ്മസാക്ഷാത്കാരത്തിന് കാരണമായിരിക്കുന്ന ജ്ഞാനം കൊണ്ടും പരിശുദ്ധമായിരിക്കുന്ന ബുദ്ധിവൃത്തിയിൽ പ്രതിഫലിച്ച ആത്മാനന്ദത്തിൻ്റെ അനുഭവത്താൽ മായാഗുണങ്ങൾ നിമിത്തം ഉള്ളതെന്നുപോലെ പ്രകാശിച്ചിരുന്ന ദേഹേന്ദ്രിയങ്ങളുടെ സംബന്ധലേശമില്ലാതെ ജ്ഞാനമാത്രമായും ആത്മാശ്രയവുമായിരിക്കുന്ന ഭഗവാനിൽ മനസ്സ് സ്ഥിരമായി ഭവിച്ചതിനാൽ ജീവഭാവത്തിൽ നിന്നും മുക്തയായി. രാഗാദികൾ നിമിത്തമുള്ള ക്ലേശങ്ങൾ നശിച്ചു. ആനന്ദം സ്വരൂപമായി ഭവിച്ചു. സമാധിക്ക് നാശമില്ലാത്തതുകൊണ്ട് ത്രിഗുണഭ്രമം രണ്ടാമതുണ്ടാകാത്ത വിധം വിട്ടുപിരിഞ്ഞു. ഉറക്കത്തിൽ നിന്നുണർന്ന പുരുഷൻ സ്വപ്നത്തിൽ കണ്ട പദാർത്ഥങ്ങളെ എന്ന പോലെ സ്വദേഹത്തെ കൂടി സ്മരിച്ചില്ല. ദേഹഭാവം നശിച്ചു. മായാരൂപമായ നിദ്രയിൽ തന്നിൽ നിന്ന് ഭിന്നമായി കണ്ടിരുന്ന സകലവും ജ്ഞാനോദയത്തിൽ സ്വപ്ന പദാർത്ഥങ്ങളെന്ന പോലെ മിഥ്യാഭൂതങ്ങളാണെന്നറിഞ്ഞു. ജീവഭാവത്തിൽ നിന്ന് മുക്തയായി പരമാത്മാവായിരുന്നു. തദ്ദേഹപരതപോഷോപ്യകൃശ്ചാദ്യ സംഭവാത്
ബഭൗമലേരവച്ചന്നഃ സധൂമൈവ പാവകഃ. ആ ദേവഹൂതിയുടെ ദേഹത്തെ കർദമ സൃഷ്ടദാസികളായ വിദ്യാധരികൾ അല്പാഹാരാദികൾക്കു നൽകി നിലനിർത്തുന്നുവെങ്കിലും മനസ്സ് ആനന്ദപ്രചുരമായിരുന്നതിനാൽ കൃശമല്ലാതെ തന്നെയിരുന്നു. അഭ്യംഗം മുതലായ ശരീരശോധന വ്യാപാരങ്ങളുടെ അഭാവം നിമിത്തം പുകയുടെ വ്യാപ്തിയോടുകൂടിയ അഗ്നി എന്ന പോലെ പുറമേ ചളി പറ്റിയിരുന്നാലും അന്തർജ്യോതിസിൻ്റെ വ്യാപ്തി നിമിത്തം പ്രകാശമാനമായും ഇരുന്നു. സ്വാംഗം തപോയോഗമയം മുക്തകേശം ഗദാംബരം ദൈവഗുപ്തം ന ബുബുദേ വാസുദേവ പ്രവിഷ്ടദീഹി. സ്വശരീരം തപസ്സും യോഗവും അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നതും പ്രാരബ്ധത്താൽ രക്ഷിക്കപ്പെടുന്നതും അഴിഞ്ഞുകിടക്കുന്ന തലമുടിയോടുകൂടിയും വസ്ത്രാദ്യാച്ഛാദനമില്ലാത്തതും ആയിരിക്കുന്നുവെന്ന് ദേവഹൂതി അറിഞ്ഞില്ല. മനസ്സിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന ഭഗവാനായ ശ്രീ വാസുദേവനിൽ മനസ്സ് നിശേഷം പ്രസരിച്ചിരുന്നു. ശരീരത്തെ അനുസന്ധാനം ചെയ്യുവാനുള്ള വൃത്തി പോലും പുറമേ വ്യാപിച്ചിരുന്നില്ല. ഏവം സ കപിലോക്തേന മാർഗേണാചിരതപരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തമവാബഹ. ഇപ്രകാരം കപിലഭഗവാൻ ഉപദേശിച്ച ഭക്തിമാർഗത്തെ അനുസരിച്ചിരുന്ന ദേവഹൂതി അധികകാലം കഴിയുന്നതിനു മുമ്പ് തന്നെ ജ്ഞാനാനന്ദ സ്വരൂപനും ആത്മഭൂതനും ബ്രഹ്മവുമായ ഭഗവാനെ പ്രാപിച്ചു. തദ്വീരാസീത് പുണ്യതമം ക്ഷേത്രം ത്രൈലോക്യവിശ്രുതം നാംനാസിദ്ധപദം എത്ര സാ സംസിദ്ധിമുപേയുഷി. ഹേ വീര, മുക്തിയെ പ്രാപിക്കുവാൻ ഉപകരിക്കുന്ന വിധം ബുദ്ധിവൃത്തിയെ ആത്മാവിൽ നിലപ്പിക്കുന്നത് തന്നെ വീരലക്ഷണം. ദേവഹൂതി ഏതു സ്ഥാനത്തിൽ വെച്ച് ബ്രഹ്മസായുജ്യത്തെ പ്രാപിച്ചുവോ ആ സ്ഥാനത്തിന് ഇപ്പോൾ സിദ്ധപദം എന്ന പേർ പ്രസിദ്ധമായിരിക്കുന്നു. അത് ത്രിലോകത്തിലും വിസ്തൃതമായിരിക്കുന്ന പുണ്യതമമായ ക്ഷേത്രമായി ഭവിച്ചിരിക്കുന്നു. തസ്യാസ്തദ്യോഗവിദുതമാർത്യം മർത്യമഭൂത് സരിത് സ്രോതസാം പ്രവര സൗമ്യ സിദ്ധിദാ സിദ്ധസേവിത. യോഗത്താൽ നശിക്കപ്പെട്ട നിശേഷ ധാതുമലങ്ങളോടുകൂടിയതും അത്യന്തം പരിശുദ്ധവുമായി ഭവിച്ച ദേവഹൂതിയുടെ ശരീരം നദികളിൽ വെച്ച് ഉത്കൃഷ്ടയും സിദ്ധന്മാരാൽ സേവിക്കപ്പെടുന്നതും സിദ്ധിയെ നൽകുന്നതുമായ നദിയായി ഒഴുകി. ആത്മാനന്ദാനുഭവത്താൽ ശരീരവും നാശമില്ലാത്തതായി ഭവിച്ചതിനാൽ അമൃതത്തിൻ്റെ പര്യായമായ ജലാകൃതിയെ വഹിച്ച് ലോകത്തെ പരിശുദ്ധമാക്കുന്നതായി ഒഴുകി എന്നു സാരം. കപിലോപി മഹായോഗി ഭഗവാൻ പുതിരാശ്രമാത് മാതരം സമനുജ്ഞാപ്യ പ്രാഗുദീചീം ദിശം യയോ. മഹായോഗിയും ജ്ഞാനാദി ഷഡ്ഗുണ പരിപൂർണനുമായ ഭഗവാൻ കപിലനും മാതാവിനോട് സമ്മതം വാങ്ങിയിട്ട് പിതാവിൻ്റെ ആശ്രമത്തിൽ നിന്നും കിഴക്കുവടക്കായി കിടക്കുന്ന ദിക്കിലേക്ക് യാത്ര ചെയ്തു. സിദ്ധാചാരണഗന്ധർവൈ മുനിഭിശ്ചാപ്സരോഗണൈഃ സ്തൂയമാനസമുദ്രേണ ദത്താർഹണനികേതനഃ. സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, മുനികൾ ഇവരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടും സമുദ്രത്താൽ അർഘ്യവും ആസനവും നൽകപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു. ആസ്തേയോഗം സമാസ്തായ സാങ്ക്യാചാര്യൈരഭിഷ്ടുതഃ ത്രയാണാമഭിലോകാനാം ഉപശാന്ത്യൈ സമാഹിതഃ. തന്നാൽ ഉപദേശിക്കപ്പെട്ട സാങ്ക്യശാസ്ത്രത്തെ പ്രചരിപ്പിക്കുന്ന ആചാര്യന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടും ആത്മൈക്യത്തെ അനുഭവിച്ചുകൊണ്ടും 3 ലോകത്തിലുമുള്ള ജീവാത്മാക്കളുടെ ഉപശാന്തി രൂപമായ മുക്തിയെ സങ്കല്പിച്ചും കൊണ്ടും ഏകാഗ്രമാനസനായിട്ട് ഇപ്പോഴും വസിക്കുന്നു. ഏതന്നിഗതിദം താതാ യത്പൃഷ്ടോഹം തവാനഘ കപിലസ്യ ജ സംവാദോ ദേവഹൂത്യാശ്ച പാവനഃ. ഹേ നിഷ്പാപനും പരിശുദ്ധനുമായ വത്സ, വിതുര, അങ്ങയാൽ ചോദിക്കപ്പെട്ടതും കപിലഭഗവാന്റെയും മാതാവായ ദേവഹൂതിയുടെയും പരിശുദ്ധമായ സംവാദത്തിൻ്റെ ബലവുമായ ഈ സാങ്ക്യശാസ്ത്രം ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. യൈദമനുസൃണോദിയോ വിദത്തേ കപിലമുനിർമതമാത്മയോഗഗുഹ്യം ഭഗവതി കൃതതി സുവർണകേതാവുപലഭതേ ഭഗവത് പദാരവിന്ദം. ആത്മാവിൻ്റെ സ്വരൂപത്തെ ധരിപ്പാനുള്ള മാർഗങ്ങളിൽ വെച്ച് രഹസ്യമായിരിക്കുന്നതും സാക്ഷാൽ കപിലഭഗവാന്റെ അഭിപ്രായ സാരാംശവുമായ ഈ സാങ്ക്യശാസ്ത്രത്തെ യാതൊരുവൻ അനുദിനം കീർത്തിക്കുകയും അന്യന്മാരെ കേൾപ്പിക്കുകയും ചെയ്യുന്നുവോ ആ പുരുഷൻ്റെ ചിത്തം ഗരുഡവാഹനനായ ശ്രീഭഗവാനിൽ സുസ്ഥിരമായി ഭവിക്കുകയും ഭൗതികാവസാനത്തിൽ ഭഗവാന്റെ പാതാരവിന്ദത്തെ അവൻ പ്രാപിക്കുകയും ചെയ്യും. 33-ാം അധ്യായത്തോടെ തൃതീയ സ്കന്ധം സമാപിച്ചു. ചതുർത്ഥ സ്കന്ധം അടുത്ത ദിവസം. ഹരി ഓം.